Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് വായിച്ചു നോക്കിയായിരുന്നോ? സ്പിനേജ് വേസ്റ്റിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. വായിച്ചു നോക്കിയായിരുന്നു. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? എന്തെങ്കിലും പാർട്ട് ഡൗട്ടുകളുണ്ടോ? എവിടെ വരെയാ പറഞ്ഞു നിർത്തിയത്? പേജ് നമ്പറൊക്കെ ഒന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? സ്റ്റെപ്സ് വരെയാണ് പറഞ്ഞു നിർത്തിയത് അല്ലേ? ഓക്കെ, സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ സോഴ്സ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ അല്ലേ? അതുവരെയല്ലേ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് അത് ടൈപ്സ് ഓഫ് സ്പിലേജ് വേസ്റ്റിന്റെ കുറച്ച് ഒരു കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി അല്ലേ? അത് കൂടുതലായിട്ട് നിങ്ങൾ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞു. വേസ്റ്റ് മാനേജ്മെന്റ് സ്റ്റെപ്സ്. ഓക്കെ, സോഴ്സസ് പറഞ്ഞു, ടൈപ്സ് ഓഫ് സ്പിലേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ പറഞ്ഞു, ദെൻ സ്റ്റെപ്സ് ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ? ഓക്കെ, നിങ്ങൾ പറഞ്ഞു നോക്കി ക്ലിയർ ആണ്. എന്താണ് ഡിസ്പോസൽ ഓഫ് ലീക്കേജ് വേസ്റ്റിന്റെ പ്രോപ്പർ മാനർ അല്ലെ? അവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയത്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ വായിച്ചു നോക്കിയിട്ട്? അല്ലേ? ഓക്കെ, ദെൻ എന്താണ് നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത്? നമ്മൾ നേരത്തെ കണ്ട വ്യത്യസ്ത തരത്തിലുള്ള സ്പിലേജ് വേസ്റ്റുകളെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് നമ്മൾ കണ്ട ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് അല്ലെ? അവിടെ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സിനെ കുറിച്ചിട്ടാണ് ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഏറ്റവും കൂടുതലായിട്ട് അല്ലെ നമുക്ക് ലീക്കേജ് വരാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സുകളാണ് അല്ലെ? എന്തെങ്കിലും ചെക്കപ്പും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ബ്ലഡ് എടുക്കും, ടെസ്റ്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ അണുക്കൾ നിറഞ്ഞ ഫ്ലൂയിഡ്സുകളായിരിക്കും കളക്ട് ചെയ്തിട്ട് എന്ത് രോഗമാണെന്ന് കണ്ടെത്താനൊക്കെ ആയിട്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെ? രോഗ ഡയഗ്നോസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെ? രോഗനിർണയം നടത്താൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ദ്രാവകങ്ങളെല്ലാം തന്നെ കളക്ട് ചെയ്തിട്ടാണ് ടെസ്റ്റും കാര്യങ്ങൾക്ക് വിധേയമാക്കിയിട്ട് റിസൾട്ട് നോക്കി ഏത് രോഗമാണ് എന്ന് ഡോക്ടർ ഡിസൈഡ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കളക്ഷനും കാര്യങ്ങളൊക്കെ നടത്തുമ്പോഴും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ വേണ്ടി വരുമ്പോഴും ഒക്കെ പലതരത്തിലും ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സുകളെ ലീക്കേജുകൾ സംഭവിക്കാവുന്നതാണ്. അപ്പൊ നോക്കാം, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ലീക്കേജ് വേസ്റ്റ് ക്യാൻ കോസ് ഇൻഫെക്ഷൻസ്, ഇൻഫെക്ഷ്യസ് ഡിസീസസ് ആൻഡ് പ്രോപ്പർ മാനേജ്മെന്റ് ഇസ് പിവോട്ടൽ. ഓക്കെ, നമുക്ക് ഒരുപാട് എന്താണ് അണുബാധ നിറഞ്ഞ അസുഖങ്ങൾ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. കാരണം അണുക്കൾ നിറഞ്ഞ ബ്ലഡിനെയും അല്ലെങ്കിൽ ഈ ഫ്ലൂയിഡ്സിനെയും ഒക്കെയാണ് ടെസ്റ്റും കാര്യങ്ങൾക്കൊക്കെ വിധേയമാക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ അവിടെ ടെസ്റ്റും കാര്യങ്ങൾക്ക് വിധേയമാക്കുമ്പോഴും അല്ലെങ്കിൽ കളക്ട് ചെയ്യുമ്പോഴും അങ്ങനെ പല ടൈമുകളിലും ചെറിയ രീതിയിലെങ്കിലും ലീക്കേജുകൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അത് അണുക്കൾ നിറഞ്ഞ അസുഖങ്ങൾ അല്ലെ? അണുബാധയോട് കൂടിയിട്ടുള്ള അസുഖങ്ങൾ പടരാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് സിസ്റ്റം അതിനുമായി ബന്ധപ്പെട്ട എന്താണ് ഇത്തരത്തിലുള്ള വേസ്റ്റ് കൈകാര്യം ചെയ്തത് നല്ല പിവോറ്റൽ ആയിരുന്നു വെച്ചാൽ സുപ്രധാനപ്പെട്ട കാര്യമാണ് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള മാനേജ്മെന്റ് എന്നുള്ളത്. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ ബോഡി ഫ്ലൂയിഡ്സ് ആസ് എനി ഫ്ലൂയിഡ്സ് ഫൗണ്ട് ഇൻ അല്ലെ? പലതരത്തിലുള്ള ബോഡി ഫ്ലൂയിഡ്സുകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ? പലതരത്തിലുള്ള ബോഡി ഫ്ലൂയിഡ്സുകളില്ലേ അല്ലെ? അതില് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കാം പ്രൊഡ്യൂസ്ഡ് ബൈ ഓർ എക്സ്ക്രീറ്റഡ് ഫ്രം ദ ഹ്യൂമൻ ബോഡീസ് വിച്ച് ഇൻക്ലൂഡ്സ് അല്ലെ? അതായത് ഹ്യൂമൻ തന്നെ നമ്മുടെ മനുഷ്യ ശരീരം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ? നമുക്ക് അറിയുകയാണെങ്കിൽ കണ്ണുനീര് വരും, സംസാരിക്കണമെങ്കിൽ നമുക്ക് ഉമിനീര് വേണം അല്ലെ? എല്ലാത്തിനും നമുക്ക് ഓരോ ഫ്ലൂയിഡ്സുകൾ ഉണ്ട് അല്ലെ? എല്ലാം എന്താണ് ശരീരത്തിന് ആവശ്യമായിട്ടുള്ളതാണ് എല്ലാ കാര്യങ്ങളും അല്ലെ? എന്താണ് മൂക്കിലാണെങ്കിലും നമ്മുടെ നോസിലാണെങ്കിലും ഇയേഴ്സിലാണെങ്കിലും എവിടെയാണെങ്കിലും പലതരത്തിലുള്ള ദ്രവ്യ രൂപത്തിലുള്ള ഘടകങ്ങൾ തീർച്ചയായിട്ടും അത് ആവശ്യമാണ്, ശരീരത്തിന്റെ നിലനിൽപ്പിന് തന്നെ ആവശ്യമാണ്. പക്ഷെ ചില സമയങ്ങളിലെങ്കിലും അണുബാധകൾ ഏൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഫ്ലൂയിഡ്സുകളുടെ അണുക്കൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ അത് ഹാൻഡിൽ ചെയ്യണം.
അപ്പൊ എന്താണ് ബോഡി എക്സ്ക്രീറ്റഡ് എന്ന് വെച്ചാൽ ബോഡി തന്നെ അല്ലെ പുറന്തള്ളുന്ന തരത്തിലുള്ള ദ്രാവകങ്ങൾ അല്ലെ എന്തൊക്കെ ദ്രവ്യങ്ങളാണ് അത് ബോഡി പുറന്തള്ളുന്നത് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇന്ന് നിങ്ങൾക്കൊന്ന് മെസ്സേജ് അയക്കാം. എന്തൊക്കെ ഫ്ലൂയിഡ്സുകളാണ് ബോഡി തന്നെ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്? എന്തൊക്കെ ബോഡി ഫ്ലൂയിഡ്സുകളൊക്കെ എക്സ്ക്രീറ്റ് ചെയ്യും, ബോഡി തന്നെ ഉത്പാദിപ്പിക്കും? ഇതൊക്കെയായിരിക്കും യൂറിൻ ഉത്പാദനം അല്ലെ. യൂറിൻ വേണം, ഫീസസ് അല്ലെ, സലൈവ, ബ്ലഡ്, അതേമാതിരി തന്നെ കണ്ണുനീര്, ബ്രീസ്റ്റ് മിൽക്ക് അല്ലെ, ഇവിടെയുള്ളതെല്ലാം തന്നെ നമുക്ക് അറിയാവുന്നതാണ്. ബ്ലഡ്, യൂറിന്, ഫീസസ്, സലൈവ, അതേമാതിരി തന്നെ കണ്ണിന് ടിയേഴ്സ്, എന്താണ് ബ്രസ്റ്റ് മിൽക്ക് അല്ലെ. അവിടെ നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ടത് ചില കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് ഐഡിയ കിട്ടണമെന്നില്ല, പക്ഷെ കുറച്ചൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ. ബ്ലഡ്, യൂറിന്, ഫീസസും സലൈവ എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ. അതേമാതിരി തന്നെ ടിയേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണുനീര്, ബ്രീസ്റ്റ് മിൽക്ക്, മുലപ്പാല്, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, അതായത് നമുക്കറിയാം എന്താണ് വ്യക്തവും നിറമില്ലാത്തതുമായിട്ടുള്ള ഒരു ദ്രാവകം തലച്ചോറിനും സുഷുമ്നാ നാഡിക്കും ഇടയിലുള്ള ഒരു ഫ്ലൂയിഡാണ്. അതേമാതിരി തന്നെ അതിന്റെ ആ ഒരു അബ്രിവേഷൻ തന്നിട്ടുണ്ട് കേട്ടോ, CSF. ഓക്കെ, മോഷൻ ഫീസസ് എന്ന് പറയുമ്പോൾ മോഷൻ നമ്മുടെ മായി ബന്ധപ്പെട്ട അല്ലെ, നമ്മുടെ ശരീരം തന്നെയാണ് അത് പുറന്തള്ളുന്നത് ഡൈജഷൻ കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ. എന്താണ് അതേമാതിരി തന്നെ CSF അല്ലെ, അവിടെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. തീർച്ചയായിട്ടും അത് എന്താണ് നിറമില്ലാത്ത ഒരു ദ്രാവകമാണ്. തീർച്ചയായിട്ടും എന്താണ് അത് നമ്മുടെ തലച്ചോറിനും സുഷുമ്നാ നാഡിക്കും ഇടയിൽ കാണപ്പെടുന്നതാണ്. എന്തെങ്കിലും അല്ലെ അസുഖങ്ങളുമായിട്ട് വരുമ്പോഴാണ് ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ പരിശോധനകൾക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കളക്ട് ചെയ്യുന്നത്. വീണ്ടും സെമൻ വാഗിനൽ ഫ്ലൂയിഡ് അല്ലെ, ഇവിടെ എന്താണ് നമ്മുടെ പുരുഷന്മാരുടെയും അതേമാതിരി തന്നെ സ്ത്രീകളുടെയും ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അല്ലെ, അത്തരത്തിലുള്ള വാഗിനൽ ഫ്ലൂയിഡ്സ്. അമ്നോട്ടിക് ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഗർഭാവസ്ഥയിലായിരിക്കുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ അല്ലെ, നമ്മുടെ പ്രഗ്നൻസി ടൈമിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഫ്ലൂയിഡാണ്. പെല്ലോറിയൽ ഫ്ലൂയിഡ്. എന്താണ് പെല്ലോറിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്? ശ്വാസകോശവുമായി ബന്ധപ്പെട്ട് ഉത്പാദിപ്പിക്കുന്ന ഫ്ലൂയിഡ്സ് ആണ്. അതേമാതിരി തന്നെ പെരിറ്റോണിയൽ ഫ്ലൂയിഡ് അല്ലെ, അവിടെ പെരിറ്റോണിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്താണ് അവിടെ ഉദരാറയില് ലൂബ്രിക്കന്റ് ആയിട്ട് കാണപ്പെടുന്ന ഒരു ദ്രാവകമാണ്. എന്താണ് ബയൽ എന്ന് വെച്ചാൽ പിത്തരസം, ഡൈജസ്റ്റീവ് ജ്യൂസസ് എന്ന് പറയുമ്പോൾ എന്താണ് ദഹനരസം, അതേമാതിരി തന്നെ വൊമിറ്റ് ആൻഡ് പസ് അല്ലെ, ഛർദിക്കുമ്പോഴും അതേമാതിരി തന്നെ പസ്, പഴുപ്പുകളും അല്ലെ, ഇതെല്ലാം തന്നെ ശരീരം തന്നെ അല്ലെ പുറത്തേക്ക് എന്താണ് അല്ലേ, അത് പുറത്തേക്ക് തന്നെ സ്പ്രെഡ് ചെയ്യിപ്പിക്കുന്നതാണ്. ശരീരത്തിന് എന്തെങ്കിലും ഒബ്സർവന്റ് അല്ലാത്ത കണ്ടീഷൻ വരുമ്പോൾ അല്ലെ, അത് എന്താണ് കൃത്യമായിട്ട് തന്നെ പുറന്തള്ളും. ചിലപ്പോ തീർച്ചയായിട്ടും എന്താണ് ഇതൊന്നും പുറന്തള്ളാൻ പറ്റാത്ത സാഹചര്യങ്ങളിലെല്ലാം തന്നെ എന്താണ് അല്ലെ കൃത്യമായിട്ട് തന്നെ ഹോസ്പിറ്റലൈസേഷനിൽ ചെല്ലുമ്പോൾ നമുക്ക് രോഗനിർണയം കണ്ടെത്താൻ വേണ്ടിയിട്ട് അവരെന്താണ് ഡോക്ടേഴ്സ് കൃത്യമായിട്ട് തന്നെ ഇന്ന ഫ്ലൂയിഡ് എടുത്ത് പരിശോധനകൾക്ക് അയക്കും. അതിന്റെ ടെസ്റ്റിംഗ് റിസൾട്ടുകൾക്കൊക്കെ വെരിഫിക്കേഷൻ കഴിയുമ്പോഴാണ് ഇന്ന അസുഖമാണെന്ന് ഡോക്ടർ സ്ഥിരീകരിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള ചികിത്സാ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള ബോഡി ഫ്ലൂയിഡ്സുകൾ ഉണ്ട് അല്ലെ. നമ്മൾ കേൾക്കുമ്പോൾ ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു കാര്യം മാത്രമാണ് അല്ലെ. അതേസമയം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളില് ശരീരത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഫ്ലൂയിഡ്സുകളാണ് ഇതെല്ലാം തന്നെ അല്ലെ. നമ്മുടെ ശരീരത്തിന് യൂറിൻ പോയില്ലെങ്കിലും പ്രശ്നമാണ്, മോശം പോയില്ലെങ്കിലും പ്രശ്നമാണ് അല്ലെ. എല്ലാം ഈവൻ കണ്ണുനീര് വരെ കറക്റ്റ് ടൈമിൽ പോയില്ലെങ്കിൽ വരെ പ്രശ്നമാണ് അല്ലെ. എല്ലാം ശരീരം പുറന്തള്ളേണ്ട സമയങ്ങളിൽ തന്നെ പുറന്തള്ളേണ്ടതും ആവശ്യമാണ് അല്ലെ. അപ്പൊ ഇൻ കേസ് അങ്ങനെയുള്ള കേസുകളിലെല്ലാം ചെറിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള സ്പില്ലേജുകൾ വരുമ്പോൾ അത് കൃത്യമായിട്ട് തന്നെ മാനേജ് ചെയ്യേണ്ടത് ഒരു പരമപ്രധാനമായിട്ടുള്ള പിവോട്ടൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, ഒരു സുപ്രധാന കാര്യം തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇതെല്ലാം തന്നെ ഫസ്റ്റ് ആയിട്ട് മനസ്സിലാക്കി ഇങ്ങനെ ബൈഹാർട്ടൊന്നും പഠിക്കണമെന്നില്ല കേട്ടോ, ഒരു ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി ബോഡി ഫ്ലൂയിഡ്സിൽ ഇതെല്ലാം വരുമെന്നുള്ള കാര്യം. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് നോക്കാം. പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് പേഴ്സണൽ, അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ, ഇത്തരത്തിലുള്ള വേസ്റ്റേജ് വരുമ്പോൾ കൃത്യമായിട്ട് തന്നെ ധരിച്ച് അല്ലെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ധരിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള വേസ്റ്റുകളെല്ലാം കൈകാര്യം ചെയ്യാനായിട്ട് പാടുള്ളൂ. Personnel should put on the proper personal protective equipment such as gloves, towels and face shields before approaching the spillage to prevent a contact with the liquid.
അപ്പൊ ലിക്വിഡുമായിട്ട് അത്തരത്തിലുള്ള ലിക്വിഡുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രിക്കോഷൻ അല്ലെ, ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് പേഴ്സണൽ ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകളെല്ലാം ധരിക്കണം. പേഴ്സണൽ ആയിട്ടുള്ള എക്യുപ്മെന്റുകൾ എന്ന് പറയുന്നത് എന്താണ്? അതായത് ഗ്ലൗസ് ധരിക്കണം, അതേമാതിരി തന്നെ ഗൗൺ അല്ലെ, അത് ശരീരത്തിലേക്ക് തന്നെ ടച്ച് ചെയ്യാതിരിക്കാനായിട്ട് ഗൗണുകൾ ധരിക്കണം. എന്താണ്? ഫേസ് ഷീൽഡ് അല്ലെ, മാസ്കുകൾ ധരിക്കണം. ഷീൽഡുകളാണെങ്കിൽ ഷീൽഡുകളൊക്കെ ധരിച്ചിട്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള വേസ്റ്റുമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് പാടുള്ളൂ എന്നുള്ളത്. ഇവിടെ PPE അല്ലെ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് കൃത്യമായിട്ട് തന്നെ കൃത്യമായിട്ടുള്ള വലിയ വേറെ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ബൂട്ടൊക്കെ ധരിച്ചിട്ട് തന്നെ കൃത്യമായിട്ട് തന്നെ പോകാനായിട്ട് പാടുള്ളൂ അല്ലെ. കൊറോണയുടെ ടൈമുകളിലൊക്കെ നമ്മൾ കണ്ടിരുന്നു ആ ഒരു അല്ലെ, കൃത്യമായിട്ട് തന്നെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ എല്ലാം തന്നെ ധരിച്ചിട്ടാണ് അവര് ആ രോഗ്യമായിട്ട് ബന്ധപ്പെടുന്നത് അല്ലെ. എന്തെങ്കിലും രോഗങ്ങള് ആ പേഴ്സണ് പകരാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ പിടിവിടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അത്തരത്തിലുള്ള പ്രൊട്ടക്ഷൻ മുൻകരുതലുകൾ എടുക്കുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കണ്ടെയ്ൻ ദ സ്പില്ല്. കണ്ടെയ്ൻ ദ സ്പില്ല്. അപ്പോ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റിൽ എന്തെല്ലാം പെടാം എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം. ഗ്ലൗസ്, ഗൗൺസ്, ഫേസ് ഷീൽഡ് എല്ലാം നിങ്ങൾ പെടാവുന്നതാണ് അല്ലെ. അതേമാതിരി തന്നെ PP അതിന്റെ ആ ഒരു അബ്രിവേഷനും കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി പഠിക്കാം. കണ്ടെയ്ൻ ദ സ്പിൽ എന്ന് പറയുമ്പോൾ യൂസ് അബ്സോർബന്റ് മെറ്റീരിയൽസ് such as paper towels or absorbent pads contain the spill and stop it from spreading. അതായത് നമ്മളിപ്പോ ഒരു സ്പില്ലേജ് സംഭവിച്ചു അല്ലെ, ഒരു ഇൻ കേസ് ഒരു ബ്ലീഡിങ് അല്ലെങ്കിൽ ബ്ലഡിന്റെ ഒരു താഴേക്ക് വീണു, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്ലൂയിഡ് താഴേക്ക് വീണു, അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അത് സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ടുള്ള ഒരു പ്രിവെൻഷൻ അല്ലെ, ഒരു മുൻകരുതൽ എടുക്കണം. അപ്പൊ തീർച്ചയായിട്ടും അത് ആ കൃത്യമായിട്ടുള്ള ഒരു വേസ്റ്റ് അത് വലിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആപ്റ്റ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് അത് അബ്സോർബ് ചെയ്തെടുക്കണം അല്ലെ, ഇത് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒരിക്കലും അത് സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ടുള്ള ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് വേണം ഇത്തരത്തിലുള്ള ആപ്റ്റ് കണ്ടെയ്ൻമെന്റ് ഉപയോഗിച്ചിട്ട് അത് അബ്സോർബ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കേണ്ടത്. അതുകൊണ്ടാണ് പറയുന്നത് യൂസ് അബ്സോർബന്റ് മെറ്റീരിയൽസ് സച്ച് ആസ് പേപ്പർ ടവൽസ് ഓർ അബ്സോർബന്റ് പാഡ്സ് അല്ലെ, വേണമെങ്കിൽ ടവൽ ഉപയോഗിക്കാം, പേപ്പർ പാഡ്സുകൾ ഉപയോഗിച്ചിട്ട് തന്നെ അത് അബ്സോർബ് ചെയ്തെടുക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്പ്രെഡിങ് ഇല്ല എന്നുള്ളത് നിർത്തിയാൽ അത് പകർന്നു പോകുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. To dispose of the materials, put them in a bag or a container marked biohazard. ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന ആ ഒരു പേപ്പർ അല്ലെങ്കിൽ ആ ടവൽ അല്ലെങ്കിൽ ആ പാഡ് നമ്മൾക്ക് എല്ലാ വേസ്റ്റ് ബിന്നിലും വലിച്ചെറിയാൻ സാധിക്കുമോ? നമുക്കറിയാം അണുക്കൾ പറ്റി പിടിച്ചിരിപ്പുണ്ട് അതില് അല്ലെ, ഇല്ലേ? വേസ്റ്റ് അല്ലെ. അപ്പൊ ആളുകളെ പറ്റി പിടിച്ചിരിക്കുന്ന വസ്തുക്കൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ കെയർഫുൾ ആയിട്ട് തന്നെ അത് ഹാൻഡിൽ ചെയ്യണം അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള മെറ്റീരിയൽസ് കൃത്യമായിട്ട് തന്നെ ബയോഹസാർഡ് എന്നുള്ള വേസ്റ്റ് ബിന്നിൽ തന്നെ അല്ലെ, ജൈവ മാലിന്യം എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന വേസ്റ്റ് ബിന്നിൽ തന്നെ നിക്ഷേപിക്കേണ്ടതാണ്. If there are any class please present, more precautions should be taken. കൂടുതൽ പ്രിക്കോഷൻസ് ടേക്കൻ ചെയ്യുന്ന ഇൻ കേസ് എന്തെങ്കിലും ക്ലാസ് പീസുകൾ എന്തെങ്കിലും അല്ലെ, നമുക്കറിയാം പൊട്ടി ഇൻ കേസ് ടെസ്റ്റ് ട്യൂബിലെല്ലാം കളക്ട് ചെയ്യുന്ന ടൈമിലാണ് അത് സ്പ്രെഡ് ചെയ്ത് പോകുന്നതെങ്കിൽ അതിൽ എന്താണ് ഗ്ലാസിന്റെ പീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ കൂടുതൽ മുൻകരുതലോട് കൂടിയിട്ട് വേണം ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഓക്കെ ആണോ? കണ്ടെയ്ൻ ദ സ്പില്ല്. ഇപ്പൊ നമ്മള് 2 പോയിന്റ് കണ്ടു. ഇത്തരത്തിലുള്ള ബോഡി ഫ്ലൂയിഡ്സിനെ ഹാൻഡിൽ ചെയ്യുന്നത് ഒന്നാമതായിട്ട് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ധരിച്ച്, രണ്ടാമതായിട്ട് ആ ഒരു ഭാഗം ക്ലീൻ ചെയ്തെടുക്കാനായിട്ടുള്ള സജ്ജീകരണങ്ങൾ ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കുക, ഡിസിൻഫെക്ട് ദ ഏരിയ. അതായത് ഡിസിൻഫെക്ട് ഏരിയ എന്ന് പറയുന്നത് അണുവിമുക്തമാക്കണം അല്ലെ. അവിടെ ഇനി എന്തെങ്കിലും അണുക്കൾ ഉണ്ടെങ്കിൽ പറ്റി പിടിച്ചിരിപ്പുണ്ടെങ്കിൽ ആ അണുക്കളെയൊക്കെ നശിപ്പിച്ച് കളയണം അല്ലെ. നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷെ കാണാനായിട്ട് പറ്റിയെന്ന് വരില്ല, പക്ഷെ സൂക്ഷ്മമായിട്ടുള്ള എന്തെങ്കിലും അണുക്കളൊക്കെ അവിടെ ആ ഫ്ലോറിൽ വീണ പ്ലേസില് അല്ലെങ്കിൽ ആ വീണ പ്രതലത്തില് എങ്ങനെയെങ്കിലും പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതും നമ്മളെ നശിപ്പിച്ച് കളയേണ്ടതാണ് അല്ലെ. അപ്പൊ നോക്കുക, അൺആഡിക്വേറ്റ് എലിവേഷൻ ഓഫ് ബോത്ത് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ using 1% hypochlorite solution in case of blood and body fluids samples. അതായത് ഇത്തരത്തിലുള്ള ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് സാമ്പിൾസിനെ അത്തരത്തിലുള്ള അണുക്കളെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് ഹൈപ്രോക്ലോറൈറ്റ് സൊല്യൂഷൻ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അവിടെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ് 1% ഹൈപ്രോക്ലോറൈറ്റ് സൊല്യൂഷൻ അല്ലെ.
അവിടെ തീർച്ചയായിട്ടും എന്താണ് പോസിറ്റീവ് ആൻഡ് എന്താണ് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ അല്ലെ, അത്തരത്തിലുള്ള ബാക്ടീരിയകൾ പലതരത്തിലുള്ള ബാക്ടീരിയകളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത. അതായത് അതിന്റെ സെല്ലുകൾ കട്ടിയുള്ള സെല്ലുകളാണെങ്കിൽ അതിന്റെ പോസിറ്റീവ് അല്ലെ ടൈപ്പിലുള്ള ബാക്ടീരിയകളായിരിക്കും. അതിന്റെ സെല്ലിന്റെ ആ ഒരു കട്ടി കുറഞ്ഞ ഒരു സെല്ലുകളോട് കൂടിയതാണ് എങ്കിൽ നെഗറ്റീവ് ടൈപ്പിലുള്ള അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള ഏത് ബാക്ടീരിയകളെയും നമുക്ക് നശിപ്പിച്ച് കളയാവുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് 1% ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷൻ. അപ്പൊ ആ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് തന്നെ അത്തരത്തിലുള്ള ബാക്ടീരിയകളെ അത്തരത്തിലുള്ള അണുക്കളെ നശിപ്പിച്ച് കളയാനായിട്ട് ഉപയോഗിക്കുക. ഓക്കെ, പിന്നെ അതേമാതിരി തന്നെ യൂസിങ് സൊല്യൂഷൻ എക്സാമ്പിൾ ക്ലോറിൻ റിലീസിങ് ഏജൻസ്, അതോടൊപ്പം തന്നെ ക്ലോറിൻ സൊല്യൂഷൻ ആയിട്ടുള്ള ഏജൻസികൾ ഉപയോഗിച്ചിട്ട് നമുക്കത് എന്താണ് നശിപ്പിച്ച് കളയാം. എന്താണ് the manufacturer's directives for the proper concentration and the contact time of the disinfectant. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ അല്ലെ, നമ്മളിപ്പോ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു എന്താണ് വീട് വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നതാണെങ്കിലും ബാത്റൂം ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണെങ്കിലും ആ പ്രൊഡക്റ്റിന്റെ ഉത്പാദകര് എന്താണ് കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലെ അവരുടേതായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ അതുമേ അല്ലെ കൃത്യമായിട്ട് തന്നെ ഇൻഫോർമേഷൻസ് അഥവാ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ മാനുഫാക്ചേഴ്സിന്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് തന്നെയായിരിക്കണം അതേ കോൺസെൻട്രേഷനിൽ തന്നെയായിരിക്കണം ആ ലൈനി അല്ലെ ആ സൊല്യൂഷൻ ഉപയോഗിക്കാനായിട്ട്. അത് മാത്രമല്ല അവര് കൃത്യമായിട്ട് അതിൽ നിർദ്ദേശിച്ചിട്ടുണ്ടാവും ഇത്ര സമയം അവിടെ അണുക്കൾ നശിച്ചു പോകുന്നവരേക്കും അല്ലെ അവിടെ ഉപയോഗിക്കണം, ആ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കണം എന്നൊക്കെ കൃത്യമായിട്ട് പറയും. അപ്പൊ അതനുസരിച്ചിട്ട് ആ പ്രൊഡക്ഷൻ അല്ലെ മാനുഫാക്ചേഴ്സ് എന്താണോ നിർദ്ദേശിക്കുന്നത് ആ ഡയറക്ഷനും പാലിക്കാനായിട്ട് തയ്യാറാകേണ്ടതുണ്ട് അല്ലെ. അണുക്കളെ നശിപ്പിച്ച് കളയാനായിട്ട് അവർ പറയുന്ന ഡയറക്ഷൻ അനുസരിച്ചിട്ട് തന്നെ അത് യൂസ് ചെയ്യണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ, ഡിസിൻഫെക്റ്റ് ദ ഏരിയ എന്താണെന്ന് മനസ്സിലായോ? അതായത് അണുനശീകരണ പ്രവർത്തനം, ആ ഏരിയയിലുള്ള അണുനശീകരണമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് ഏത് ലായനി അവിടെ ഉപയോഗിക്കാം എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേരെ. ണോ? നമുക്ക് നോക്കാം. Then the area should be made clean using water and general purpose detergent allowed to air. അതായത് നമുക്കറിയാം ആ ഏരിയക്ക് സാധാരണ രീതിയിൽ ഈ ഡിസ്ഇൻഫെക്ഷൻ ഒക്കെ നടത്തി കഴിയുമ്പോൾ വീണ്ടും എന്താണ് സാധാരണ വാട്ടർ ഉപയോഗിച്ച് ജനറൽ പർപ്പസിന് വേണ്ടിയിട്ട് ഡിറ്റർജന്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് സാധാരണ രീതിയിലും കഴുകി വൃത്തിയാക്കി അല്ലെ നമ്മൾ തുടച്ചൊക്കെ വൃത്തിയാക്കി എന്താണ് ഉണങ്ങാനായിട്ട് അനുവദിക്കുക. സാധാരണ ജനറൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉണങ്ങാനൊക്കെ ആയിട്ട് അനുവദിക്കുക. Then get rid of waste. എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ all materials that come into touch with the blood and the body fluid should be discarded as a dangerous waste in labeled biohazard bags or containers. ഇൻ കേസ് നമ്മളിപ്പോ ഒരു ഫ്ലോറിലൊക്കെയാണ് വീണതെങ്കിൽ അല്ലെങ്കിൽ മറ്റേ അല്ലെ പ്ലേസുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സൊല്യൂഷനൊക്കെ ഉപയോഗിച്ചിട്ട് അതേമാതിരി തന്നെ ഡിറ്റർജന്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് ഉണക്കി ഉപയോഗിക്കും അല്ലെ, ജനറൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആക്കാം. അതേസമയം ഇൻ കേസ് വേറെ ഏതെങ്കിലും ഒരു ഈ പറഞ്ഞ മാതിരി ഫ്ലൂയിഡ്സും ബ്ലഡൊക്കെ വേറെ ഏതെങ്കിലും ഒരു അല്ലെ ഒരു ടവലിലോ ഒരു ലിനൻ അല്ലെ തുണികളിലോ അങ്ങനെ എന്തെങ്കിലും പ്ലേസിലൊക്കെയാണ് വീണതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കേണ്ടതായിട്ട് വരും അല്ലെ. അത് കാരണം നമുക്കറിയാം അതിൽ അണുക്കളെ പറ്റി പിടിച്ചിട്ടുണ്ട്, നമുക്ക് പൂർണ്ണമായിട്ട് നശിപ്പിച്ച് അല്ലെ അത് ഉപയോഗിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഒരു പേപ്പറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പിന്നീട് അത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെ. അത് അങ്ങനെ പാടി നമ്മൾ വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കും. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പേപ്പേഴ്സ് അല്ലെ ഇത്തരത്തിലുള്ള തുണികൾ ടവലുകളൊക്കെ എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് കാണുന്ന ബോക്സിൽ ഒന്നും നിക്ഷേപിക്കാനായിട്ട് പറ്റില്ല. കാരണം അതുമേ അണുക്കള് പറ്റിപ്പിടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അണുനശീകരണം കൃത്യമായിട്ട് തന്നെ അണുനശീകരണം നടത്തേണ്ടതാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതും ഏത് തരത്തിലുള്ള ബോക്സിലാണ് നിക്ഷേപിക്കുന്നത്, ഏത് തരത്തിലുള്ള ബാഗിലോ കണ്ടെയ്നേഴ്സിലാണ് നിക്ഷേപിക്കുക എന്ന് പറയുന്നത് ബയോഹസാർഡ് ബാഗ്സ് എന്ന് ലേബിൾ ചെയ്തിരിക്കുന്ന ബിന്നിൽ തന്നെയാണ് നിക്ഷേപിക്കേണ്ടത്. ഗെറ്റ് റിഡ് ഓഫ് വേസ്റ്റ് അല്ലെ മറ്റേതെങ്കിലും തരത്തില് എന്താണ് വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ വേസ്റ്റുമേക്ക് ഇത്തരത്തിലുള്ള അണുക്കളുള്ള ബ്ലഡ് അല്ലെ ബോഡി ഫ്ലൂയിഡ്സുകളൊക്കെ വീണിട്ടുണ്ടെങ്കിൽ ആ വേസ്റ്റ് നമ്മൾ മുക്തമാക്കണം അല്ലെ. ഗെറ്റ് റിഡ് എന്ന് പറയുമ്പോൾ മുക്തമാക്കണം, വേസ്റ്റിൽ നിന്ന് അതിനെ മുക്തമാക്കണം. അതുകൊണ്ട് തന്നെ എന്താണ് അത്തരത്തിലുള്ള വേസ്റ്റുകളെല്ലാം തന്നെ ലേബൽ ബയോഹസാർഡ് ലേബൽ ചെയ്തിരിക്കുന്ന കണ്ടെയ്നേഴ്സിൽ നിക്ഷേപിക്കണം. All materials that come in touch with the blood and the body fluids should be discarded as a dangerous waste. അത് അപകടകരമായിട്ടുള്ള വേസ്റ്റ് കാരണം
മറ്റ് സാധാരണ വേസ്റ്റ് ബിന്നിൽ കൊണ്ട് നട്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെ അണുക്കൾ അവിടെ എല്ലാത്തുമേയും വെട്ടി പിടിക്കാനൊക്കെ ആയിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് നോക്കാം. ഹാൻഡ് ഹൈജീൻ ഷുഡ് ബി ഡൺ. അല്ലെ ശുചിത്വം നമ്മൾ പാലിക്കണം. ഇതിനൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളിപ്പോ എന്താണ് ക്ലീനിങ് പ്രോസസ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഒക്കെ ധരിച്ചിട്ട് ക്ലീനിങ് പ്രോസസ് ഒക്കെ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് നമ്മള് വ്യക്തി ശുചിത്വം അല്ലെ അത് പാലിക്കണം. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ വ്യക്തി ശുചിത്വം പാലിക്കണം. സോഫ്റ്റ് ഫർണിഷിംഗ് മേ ബി ഡാമേജ്ഡ് ബൈ ഡിസിൻഫെക്ടന്റ് പ്രൊഡക്ട്സ് സച്ച് ആസ് സോഡിയം ഹൈഡ്രോക്ലോറൈറ്റ്. അതായത് സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റുകളാണെങ്കിൽ അണുനശീകരണമൊക്കെ നടത്താൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ സോഡിയം ഹൈഡ്രോക്ലോറൈറ്റ് പോലെയുള്ള സൊല്യൂഷനൊക്കെ ഉപയോഗിച്ചിട്ട് ഡിസിൻഫെക്ടന്റ് ആക്കാവുന്നതാണ്. ഇറ്റ് ഈസ് സജസ്റ്റഡ് ദാറ്റ് polluted soft furnishing and carpets unable to ensure chemical disinfection should be made clean using hot water and ഡിറ്റർജന്റ് ഓർ സ്റ്റീം ക്ലീൻഡ് അല്ലെ. നമ്മളിപ്പോ സാധാരണയായിട്ട് അണുക്കൾ നശിപ്പിച്ച് കളയാനൊക്കെ ആയിട്ട് പൊതുവെ അല്ലെ ചൂടുവെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് അണുക്കളൊക്കെ നശിപ്പിച്ച് കളയുന്ന പ്രവർത്തനമുണ്ട് അല്ലെ. അങ്ങനെ വേണമെങ്കിലൊക്കെ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ സ്റ്റീം അല്ലെ ആവിയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താണ് അണുക്കളൊക്കെ നശിപ്പിച്ച് കളയുക. ഇത്തരത്തിലുള്ള സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ആ ഒരു ഡാമേജ് സംഭവിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളാണ് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അങ്ങനെ ഡാമേജ് സംഭവിക്കാതിരിക്കാനായിട്ട് അല്ലെ യൂസബിൾ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് എങ്കിൽ ഡാമേജ് ആവാതിരിക്കാനായിട്ടുള്ള ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് അണുക്കളെ നശിപ്പിച്ച് കളയാൻ വേണം. അപ്പൊ അണുക്കളെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഹോട്ട് വാട്ടർ ഉപയോഗിച്ചിട്ടോ അതല്ലെങ്കിൽ സ്റ്റീം ക്ലീൻ എന്ന് വെച്ചാൽ ആവി ഉപയോഗിച്ചിട്ട് അല്ലെ അണുക്കളെ നശിപ്പിക്കത്തക്ക വിധത്തിലുള്ള ഡിറ്റർജന്റ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ റീയൂസ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത്. പ്രധാനമായിട്ടും കാർപ്പറ്റ് പോലെയുള്ള സംഭവങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ചിലപ്പോൾ വേണമെങ്കിൽ അത്തരത്തിലുള്ള അല്ലെ ചില സൊല്യൂഷൻ ഉപയോഗിച്ചാൽ ചിലപ്പോൾ അത് അപ്പാടെ അതിന്റെ കളറൊക്കെ ചേഞ്ച് ചെയ്തൊക്കെ പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട് വീര്യം കൂടിയുന്നത് കൊണ്ട് തന്നെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്ലേസുകളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള ഏതെങ്കിലും രീതിയിൽ അണുക്കളെ നമ്മൾ നശിപ്പിച്ച് കളയേണ്ടത് മസ്റ്റായിട്ടും നശിപ്പിച്ച് കളയേണ്ടത് ആവശ്യമായിട്ടുള്ള ഘടകം തന്നെയാണ്. ഓക്കെയാണോ? ഒരു ഫസ്റ്റ് വില്ലേജ് വേസ്റ്റ് ആണ് നമ്മൾ കഴിഞ്ഞത്. എനിക്ക് തോന്നുന്നു ഇനി ഞങ്ങളുടെ വില്ലേജ് വേസ്റ്റിൽ നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ലേ. കാരണം ഈ പറഞ്ഞതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒരു കണ്ടിന്യൂവേഷൻ ആണ്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് വില്ലേജ് വേസ്റ്റ് എന്ന് പറഞ്ഞത് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് വില്ലേജ് വേസ്റ്റ് ആണ് അല്ലെ. എവിടെയെങ്കിലും ഡൗട്ടുകളുണ്ടോ? ആ ഒരു മൊത്തത്തിൽ ആ പോയിന്റ് വായിച്ചിട്ട് ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ട് ഉണ്ടോ എന്ന് നോക്കുക. ണോ? അടുത്ത വില്ലേജ് വേസ്റ്റിലേക്ക് പോകാം. നമുക്ക് നെക്സ്റ്റ് നോക്കാം. മെർക്കുറീസ് വില്ലേജ് വേസ്റ്റ് ആണ്. മെർക്കുറീസ് വില്ലേജ് വേസ്റ്റ് നോക്കാം. മെർക്കുറീസ് വില്ലേജ് എന്ന് പറയുമ്പോൾ ചെറിയ രീതിയിലെങ്കിലും അല്ലെ നമ്മള് ഇപ്പൊ നേരത്തെ പണ്ട് തന്നെയുള്ള അല്ലെ ടെമ്പറേച്ചറൊക്കെ നോക്കാനൊക്കെ ആയിട്ട് തെർമോമീറ്റർ യൂസ് ചെയ്യുമ്പോഴൊക്കെ അതിലൊരു ചെറിയൊരു അല്ലെ മെർക്കുറിയുടെ കണ്ടന്റ് ഉണ്ടാവും. കേസ് ചിലപ്പോഴൊക്കെ അത് അപ്പൊ എന്തെങ്കിലും അശ്രദ്ധമായിട്ട് അല്ലെങ്കിൽ കൂടി അല്ലെ എന്തെങ്കിലും രീതിയിൽ പൊട്ടിപ്പോവുകയാണെങ്കിൽ തന്നെ മെർക്കുറിയൊക്കെ സ്പ്രെഡ് ആവാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ അതുമൂലം വരുന്ന ഡേഞ്ചറും എന്താണ് അവിടെയുള്ള പേഷ്യൻസിനും വർക്കേഴ്സിനൊക്കെ ഹാനികരമായിട്ടുള്ള. അത് മാത്രമല്ല ചെറിയ രീതിയിലുള്ള ഈ മെർക്കുറി സ്പ്രെഡിങ് ഒക്കെ എന്താണ് അന്തരീക്ഷത്തിലേക്കൊക്കെ വ്യാപിക്കാനൊക്കെ ആയിട്ടുള്ള സാധ്യത കൂടുതലാണ്. അവിടെ നമ്മൾ മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. Mercury leakage can be dangerous to human health and the environment and actual management is awaited. Okay. അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ അല്ലെ ഏതൊരു മനുഷ്യന്റെയും ആരോഗ്യത്തിനെയും പ്രകൃതിയെയും ഇത്തരത്തിലുള്ള ലീക്കേജ് ബാധിക്കുന്നത് കൊണ്ട് തന്നെ അപകടാവസ്ഥയെ തന്നെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ മാനേജ്മെന്റും അല്ലെ ആ വേസ്റ്റും കൈകാര്യം ചെയ്യുന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്.
ഫസ്റ്റ് നോക്കാം, എവിക്ട് ദ ഏരിയ. അതായത് ഇങ്ങനെ ഒരു സ്പില്ലേജ് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആ ഭാഗത്ത് നിന്ന് ഒഴിഞ്ഞു മാറണം അല്ലേ. നമുക്കറിയാം ഒരു മെർക്കുറിയുടെ സ്പ്രെഡിങ് ആണ്. അപ്പൊ എന്താണ്, ആ ഭാഗത്ത് നിന്ന് ഒഴിഞ്ഞു മാറുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. Then if the spill is important, evict the area and all emergency services. അവിടെ ആ ഒരു ഭാഗത്ത് നിന്ന് ഒഴിഞ്ഞു മാറുകയും ഒപ്പം തന്നെ എന്താണ് എമർജൻസി ആയിട്ടുള്ള സർവീസിന് വേണ്ടിയിട്ട് അറിയിക്കേണ്ടത് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് നോക്കുക, ടേക്ക് എവേ ജ്വല്ലറി. അതായത് മെർക്കുറി സ്പ്രെഡിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ജ്വല്ലറി എന്താണ്, അത് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് മാറ്റണം എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ്? ജ്വല്ലറി ഐറ്റംസ് ഒക്കെ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമോ? മെർക്കുറി സ്പ്രെഡിംഗ് സംഭവിക്കുമ്പോൾ ജ്വല്ലറി ഐറ്റംസ് ഒക്കെ എന്തെങ്കിലും എത്രയും പെട്ടെന്ന് മാറ്റണം എന്ന് പറയാൻ കാരണം എന്തെങ്കിലും ഉണ്ടാവും? ഉണ്ട്, കാര്യമുണ്ട് അല്ലെ. എന്തായിരിക്കും? ആ ജ്വല്ലറി അല്ലെ, ആ ഒരു സ്വർണം ഇല്ലാതെയാവും അല്ലെ, അത് വെളുത്ത കളറായിട്ട് മാറും അല്ലെ. ഓക്കെ, അപ്പൊ എന്താണ് പെട്ടെന്ന് തന്നെ അതൊന്ന് കയറി പിടിക്കാനായിട്ടും അത് എന്താണ് അതിന്റെ കളർ അല്ലെ ഒരു കാര്യം മാറിപ്പോകാനായിട്ട് എന്താണ് നമ്മുടെ ഗോൾഡ് അല്ലാതായി തീരാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ ടേക്ക് അവേ ഓൾ ജ്വല്ലറി ഫ്രം ഹാൻഡ്സ് ആൻഡ് സോ ദാറ്റ് മെർക്കുറി ക്യാൻ കമ്പൈൻ വിത്ത് ദ വാല്യുബിൾ മെറ്റീരിയൽസ് അല്ലെ. ഇവിടെ വാല്യുബിൾ മെറ്റീരിയൽസ് ആയിട്ട് അത് എന്തെങ്കിലും രാസപ്രവർത്തനങ്ങൾ നടത്താനായിട്ട് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കൈമയൊക്കെയുള്ള നല്ല സ്വർണ്ണാഭരണങ്ങളൊക്കെ മാറ്റേണ്ടതാണ്. Then protective equipment. Personnel should use suitable personal protective equipment such as gloves, goggles, and respirators before going to the spill to avoid connection with the mercury and prevent inhalation of mercury vapors. അതായത് നമ്മള് പേഴ്സണൽ ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകളൊക്കെ ധരിച്ചിട്ട് മുന്നോട്ട് വരേണ്ടതാണ്. ആ വേസ്റ്റ് കൈകാര്യം ചെയ്യാനായിട്ട്. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വേസ്റ്റ് കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ അല്ലെ, അവർ ഹെൽത്ത് വർക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ, ഹ്യൂമൻ ബോഡി ആയതുകൊണ്ട് തന്നെ അവർക്ക് പ്രൊട്ടക്ഷൻ ആവശ്യമായിട്ട് തന്നെ അവരെന്താണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആയിട്ടുള്ള ഗ്ലൗസ്, കയ്യുറകളും, ഗൂഗിൾസ്, കണ്ണടകളൊക്കെ അതിന്റെ റെസ്പിറേറ്ററി ബിഫോർ ഗോയിങ് അല്ലെ, എന്ന് വെച്ചാൽ നമ്മളുടെ ശ്വസിക്കാതെ നിന്ന് അല്ലെ അതിനൊരു പ്രിവെൻഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള മാസ്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് മാത്രമാണ് അത് ക്ലീൻ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇവിടെ പ്രധാനമായിട്ട് പറയുന്നുണ്ട് എന്താണ് കണക്ഷൻ വിത്ത് മെർക്കുറി ആൻഡ് പ്രിവെന്റ് ഇൻഹാലേഷൻ ഓഫ് മെർക്കുറി വേപ്പേഴ്സ്. അതായത് മെർക്കുറി വേപ്പേഴ്സ് ആ നിരാവികളൊന്ന് ശ്വസിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ കൈകാര്യം ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇനി നമ്മള് കണ്ടായിരുന്ന പോയിന്റ്സ് ഒക്കെ തന്നെയാണ്. ഇങ്ങനെയൊരു സ്പില്ലേജ് സംഭവിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിനെ അല്ലെ ക്ലീൻ ചെയ്തെടുക്കണം. അപ്പൊ എന്താണ് മതിയായ രീതിയിൽ അബ്സോർബന്റ് പാഡുകൾ ഉപയോഗിച്ചിട്ടാണ് അത് ക്ലീൻ ചെയ്തെടുക്കേണ്ടത്. തീർച്ചയായിട്ടും നമുക്കറിയാം ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ എന്താണ് സ്പ്രെഡ് ചെയ്യാതിരിക്കുന്ന കാര്യം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് വേണം കൈകാര്യം ചെയ്യാനായിട്ട്. യൂസ് ചെയ്യാൻ മെർക്കുറി സ്പിൽ കിറ്റ് ഓർ അബ്സോർബന്റ് മെറ്റീരിയൽ ലൈക്ക് അബ്സോർബന്റ് പാഡ്സ് ടു കണ്ടെയ്ൻ ദ സ്പിൽ ആൻഡ് പ്രിവെന്റ് ഇറ്റ് ഫ്രം സ്പ്രെഡിങ്. ഫുഡ് ദ മെറ്റീരിയൽസ്. ഓക്കെ, നമ്മൾ കണ്ട പോയിന്റ്സ് ഒക്കെ തന്നെയാണ്. ആ പോയിന്റിൽ പറയുന്നത് എന്താണ്, ഒരു സ്പിൽ കിറ്റ് അല്ലെ, നമ്മുടെ മാനുഫാക്ചേഴ്സ് ഒക്കെ ഇത് ക്ലീൻ ചെയ്യണമെങ്കിൽ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഒരു പാക്കേജോട് കൂടിയിട്ടായിരിക്കും അല്ലെ. ഇന്ന സൊല്യൂഷൻ ഉപയോഗിച്ചാൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന പാഡ് ഉപയോഗിക്കാം, അങ്ങനെയൊക്കെ ഒരു പാക്കിംഗ് സംഭവം തന്നെ ഉണ്ടാവും അല്ലെ. അപ്പൊ ആ സ്പിൽ കിറ്റ് എടുത്തിട്ടാണ് ഈ അതിൽ നിന്നുള്ള അബ്സോർബന്റ് മെറ്റീരിയൽസ് ഒക്കെ ആഗിരണം ചെയ്യാവുന്ന മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അവിടെ ക്ലീൻ ചെയ്യുന്നത്. ദെൻ ആ പാഡൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നു. ദെൻ എന്താണ് അപ്പോഴും ശ്രദ്ധിക്കണം, ക്ലീൻ ചെയ്യുമ്പോൾ സ്പ്രെഡ് ആവുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ക്ലീൻ ചെയ്യാനായിട്ട്. ദെൻ ക്ലീൻ ചെയ്യുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെ ഇവിടെ നിക്ഷേപിക്കണം. ഇവിടുത്തെ മെറ്റീരിയൽസ് എന്താണ് അവരുടെ ഹസാർഡ്സ് വേസ്റ്റ് ബാഗ് ഓർ കണ്ടെയ്നർ ഫോർ ഡിസ്കാർഡിങ്. ആ മെറ്റീരിയൽസ് എല്ലാം തന്നെ എന്ത് ലേബൽ ചെയ്തിരിക്കുന്നതാണ്, ഹസാർഡ്സ്, അപകടകരമായിട്ടുള്ള വേസ്റ്റ് ബിൻ എന്നുള്ള രീതിയിൽ ലേബൽ ചെയ്തിട്ടുള്ള ആ ഒരു കണ്ടെയ്നറിൽ തന്നെ നിക്ഷേപിക്കണം. നമ്മള് ബോഡി ഫ്ലൂയിഡ്സുകൾ എവിടെ നിക്ഷേപിക്കണമെന്നാ പറഞ്ഞത്? എന്ത് ലേബൽ ചെയ്തിരിക്കുന്ന കണ്ടെയ്നറിൽ നിക്ഷേപിക്കണമെന്നാ പറഞ്ഞത്? ബോഡി ഫ്ലൂയിഡ്സുകൾ കൈകാര്യം ചെയ്യുന്ന ബയോ ഹസാർഡ്സുകൾ അതില് കൃത്യമായിട്ട് തന്നെ എന്ത് ലേബൽ ചെയ്തിരിക്കുന്ന ബിന്നിലാണ് നിക്ഷേപിക്കണം എന്ന് പറഞ്ഞത്? ഓക്കെ, പറയേ. വളരെ കൃത്യമായിട്ടൊരു വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്.
ആ മെറ്റീരിയൽസ് എല്ലാം ഡിസ്കാർഡ് ചെയ്യേണ്ട കണ്ടെയ്നറിന്റെ പേര് ലേബൽ ചെയ്ത് എന്ത് പേരാ അത് ലേബൽ ചെയ്തിരിക്കുന്നത്? കണ്ടോ, ലേബിൾഡ് ബയോഹസാർഡ് ബാഗ്സ് ഓർ കണ്ടെയ്നർ, ജൈവ മാലിന്യം അല്ലെ, ജൈവ മാലിന്യം എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന കണ്ടെയ്നർ ബോക്സിലാണ് നിക്ഷേപിക്കുന്നത്. അതേസമയം മെർക്കുറിയുടെ ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന മെറ്റീരിയൽസ് ഒക്കെ നിക്ഷേപിക്കേണ്ടത് കൃത്യമായിട്ട് തന്നെ ഏത് തരത്തിലുള്ള വേസ്റ്റ് ബിന്നിലാണ്? അവിടെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്, ബയോ ഹസാർഡ്സ് എന്നല്ല, എന്താണ് ഹസാർഡ്സ് ബാഗ് ഓർ കണ്ടെയ്നർ അല്ലെ, ഹസാർഡ്സ് വേസ്റ്റ് ബാഗ് ഓർ കണ്ടെയ്നേഴ്സിലാണ് നിക്ഷേപിക്കേണ്ടത്. അത് മാറിപ്പോകരുത്, നോക്കി തന്നെ നോട്ട് ചെയ്ത് വെക്കണം അല്ലെ. അപ്പൊ അത് ഏത് വേസ്റ്റ് ബിന്നിലാണ്? അപകടകരമായിട്ടുള്ള വേസ്റ്റ് ലേബൽ ചെയ്തിരിക്കുന്ന ബിന്നിലാണ് നിക്ഷേപിക്കുന്നത്. ക്ലിയർ ആയോ? Okay. So if it is a small spillage, sit with a needle, less syringe without a needle and dispatch for recycle. അതായത് ചെറിയൊരു സ്പ്രെഡിങ് ആണ് സംഭവിച്ചിരിക്കണമെങ്കിൽ എന്താണ്, സിറിഞ്ച് മാറ്റിയിട്ടുള്ള സിറിഞ്ച് ഉപയോഗിച്ചിട്ട് തന്നെ അല്ലെ, ആ ഒരു നീഡിൽസ് മാറ്റിയിട്ടുള്ള സിറിഞ്ച് ഉപയോഗിച്ചിട്ട് തന്നെ വലിച്ചെടുത്ത് വേണമെങ്കിൽ അത് റീസൈക്കിൾ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന പിന്നില്, ആ വേസ്റ്റ് പിന്നില് നിക്ഷേപിക്കാവുന്നതാണ്. അതേസമയം ഇച്ചിരി കൂടി വലുതൊക്കെ ആണെങ്കിൽ നമുക്കറിയാം സ്പിൽ കിറ്റ് ഉപയോഗിച്ചിട്ട് തന്നെ ആ ഒരു ഭാഗങ്ങളെല്ലാം ക്ലീൻ ചെയ്തെടുക്കണം. അവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം ഹസാർഡ്സ് വേസ്റ്റ് ബാഗ് എന്ന് പിന്നിൽ തന്നെ കൃത്യമായിട്ട് ലേബൽ ചെയ്തിരിക്കുന്ന പിന്നിൽ തന്നെ നിക്ഷേപിക്കണം. നെക്സ്റ്റ് നോക്കാം, ക്ലീൻ അപ്പ് ദ സ്പില്ല്. ക്ലീൻ അപ്പ് ദ സ്പില്ലിൽ പറയുന്നത്, യൂസ് എ മെർക്കുറി സ്പിൽ കിറ്റ് ഓർ adhere to manufacturer's directives for the exact use of absorbent materials to clean up the spill. അല്ലെ, അവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു മെർക്കുറി കേസ് എന്തെങ്കിലും സ്പില്ലിന്റെ കിറ്റ് ആണ് എങ്കിൽ സ്പില്ലിച്ചുമായിട്ട് ബന്ധപ്പെടുന്ന കിറ്റുകൾ അതെടുത്ത് അല്ലെ, മാനുഫാക്ചേഴ്സ് അതിന്റെ നിർമ്മാതാക്കൾ പറയുന്ന ഡയറക്ഷൻ ഒക്കെ അനുസരിച്ചിട്ട് തന്നെ അവിടെ യൂസ് ചെയ്യണം അല്ലെ. ആ ഒരു എക്യുപ്മെന്റുകളൊക്കെ അല്ലെങ്കിൽ ആ പാഡുകളൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എത്ര നേരം അവിടെ യാണവമുക്തമാക്കാനായിട്ട് ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ നിർദ്ദേശിക്കുന്ന അനുസരിച്ചിട്ട് തന്നെ അവിടേക്ക് ഉപയോഗിക്കണം. നോട്ട് ടു സ്പ്രെഡ് ദ മെർക്കുറീസ് ഡ്യൂറിങ് ക്ലീനപ്പ്. ക്ലീനിങ്ങിനെ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഒരിക്കലും സ്പ്രെഡ് ചെയ്ത് പോകുന്നില്ല അല്ലെ, എല്ലാവർക്കും വ്യാപിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. അത് ശ്രദ്ധയോട് കൂടി തന്നെ മുൻകരുതലോട് കൂടിയിട്ട് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. സം ഹോസ്പിറ്റൽസ് ഫോളോ ഓർ ദ മെർക്കുറി സ്പിൽ സർഫേസ് decontaminated with a 10% sodium thiosulfate solution. Okay, ചിലപ്പോഴൊക്കെ മിക്കവാറും ഹോസ്പിറ്റലിലൊക്കെ മെർക്കുറി ആയിട്ടുള്ള സ്പില്ലേജ് സംഭവിക്കുകയാണെങ്കിൽ അത് എന്താണ് ഡികണ്ടാമിനേറ്റ് ചെയ്യുക അല്ലെ, ആ മലിനീകൃതമായിട്ടുള്ളതിനൊക്കെ അണുവിമുക്തമാക്കാനായിട്ട് 10% സോഡിയം തയോസൾഫേറ്റ് ഉപയോഗിച്ചിട്ടാണ് അത് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അതും ആ ഒരു സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ അല്ലെ, മെർക്കുറി സ്പില്ല് കൈകാര്യം ചെയ്യാനുള്ള സൊല്യൂഷന്റെ പേരും നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. And leave a window open to aerate after the cleanup. അല്ലെ, ക്ലീനപ്പിന് ശേഷം എന്താണ് വിൻഡോ ഒക്കെ ഓപ്പൺ ചെയ്തിടാം. After making sure that all mercury has been removed, continue normal work coming and use the cleaned area for a customary operation. നമുക്കറിയാം ഈ ഒരു ഡിസിൻഫെക്ഷൻ ഒക്കെ മുക്തമാക്കുന്ന ഈ പ്രോസസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താണ് അവിടെ വിൻഡോസ് ഒക്കെ തുറന്നിട്ട് അല്ലെ, ഓക്കെ, അവിടെ യാതൊരു കണ്ടന്റും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് കസ്റ്റമറി ഓപ്പറേഷന് വേണ്ടിയിട്ട് അത് വിട്ടുകൊടുക്കേണ്ടത്. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റിലേക്ക് പോവാം. ഞാൻ ഒന്ന് 2 പോയിന്റ് കൂടി എടുത്തിട്ട് നിങ്ങൾക്കൊന്ന് വായിക്കാൻ സമയം തരാം. എന്താണ് ഡിസ്പോസ് ഓഫ് വേസ്റ്റ്? അടുത്തത് പറയുന്നത് ഡിസ്പോസ് ഓഫ് വേസ്റ്റ് ആണ്. അതായത് നമ്മൾ ഈ വേസ്റ്റുകളൊക്കെ എവിടെയൊക്കെയാണ് നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് നിക്ഷേപിക്കേണ്ടത് അല്ലെ. ഓൾ മെറ്റീരിയൽസ് ദാറ്റ് കം ഇൻടു കോണ്ടാക്ട് വിത്ത് മെർക്കുറി ഷുഡ് ബി ഡിസ്കാർഡഡ് ആസ് എ ഡേഞ്ചറസ് വേസ്റ്റ് ഇൻ ലേബൽഡ് ബാഗ്സ് ഓർ കണ്ടെയ്നർ. There are local, state and federal regulations for the disposal of dangerous waste. അതായത് നമ്മളിപ്പോ മെർക്കുറി എന്ന് പറയുമ്പോൾ ഇത്രയും കൂടെ ഡേഞ്ചർ ആണ് അല്ലെ, അത് അന്തരീക്ഷത്തിലൊക്കെ വ്യാപിക്കാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട്. നല്ല
അല്ലെ ഗോൾഡ് സംഭവങ്ങളൊക്കെ റിയാക്ഷൻ ഒക്കെ വരാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് ഇച്ചിരി കൂടി കെയർഫുൾ ആയിട്ട് തന്നെ അത് ഹാൻഡിൽ ചെയ്യണം. ഇൻ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു പ്ലേസിൽ അല്ലെ ഒരു സർഫേസിലൊക്കെയാണ് വീണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. അല്ലാതെ തരത്തിലുള്ള നമ്മൾ ഈ പറഞ്ഞ പേപ്പറിലോ ഒരു തുണിയിലോ ഒക്കെയാണ് വീണെങ്കിൽ നമുക്കറിയാം അത് എന്തായാലും നശിപ്പിച്ച് കളയണം അല്ലെ. അപ്പൊ അത് അത്തരത്തിലുള്ള വേസ്റ്റുകൾ എവിടെയാണ് ഡിസ്കാർഡ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് ലേബൽ ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെ. ഏത് വേസ്റ്റ് ബിന്നിന് ലേബൽ ചെയ്തിട്ടുണ്ടായിരിക്കാം? ഹസാർഡ്സ് വേസ്റ്റ് ബിൻ അല്ലെങ്കിൽ ഡേഞ്ചറസ് വേസ്റ്റ് ബിൻ എന്ന് ലേബൽ ചെയ്തിട്ടിരിക്കുന്ന കണ്ടെയ്നർ ബോക്സിലാണ് നിക്ഷേപിക്കേണ്ടത്. ക്ലിയർ അല്ലേ? മെർക്കുറിയിലെ വേസ്റ്റുകളൊക്കെ ബയോ ഹസാർഡ് വേസ്റ്റ് ബിന്നിലാണോ ഹസാർഡ് വേസ്റ്റ് ബിന്നിലാണോ നിക്ഷേപിക്കേണ്ടത്? ഇതിലാണോ നിക്ഷേപിക്കേണ്ടത്? നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാ ഹസാർഡ് വേസ്റ്റ്? ഓക്കെ ഉണ്ട് അല്ലെ, കുറച്ച് പേരൊക്കെ ഇവിടെ തന്നെയുണ്ട്. അപ്പൊ എന്താണ് ഹസാർഡ് വേസ്റ്റ് ബിന്നിൽ തന്നെയാണ് നിക്ഷേപിക്കുന്നത്, അപകടകരമായിട്ടുള്ള വേസ്റ്റ് ബിന്നിൽ തന്നെയാണ് നിക്ഷേപിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് റിപ്പോർട്ട് ദ സ്പിൽ. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് റിപ്പോർട്ട് ദ സ്പിൽ ആണ്. Spill should be reported to the concerned staff for documentation and investigation. Okay, നമുക്കറിയാം എന്താണ് ഇത് റിപ്പോർട്ട് ചെയ്യണം അല്ലെ. ഇപ്പൊ ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അല്ലെ കറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഹോസ്പിറ്റലുകാർ പ്രോപ്പറായിട്ട് തന്നെയാണ് അത് കൈകാര്യം ചെയ്തതെന്ന് ഉറപ്പുവരുത്താനായിട്ട് റിപ്പോർട്ടുകൾ അവിടെ ചെയ്യേണ്ടതുണ്ട്. സ്പിൽ ഷുഡ് ബി റിപ്പോർട്ടഡ് ടു ദ കൺസേൺ സ്റ്റാഫ് അല്ലെ. അത് കറക്റ്റ് ആയിട്ട് അധികാരപ്പെട്ട സ്റ്റാഫ് അത് എന്താണ് ഡോക്യുമെന്റേഷൻ കാര്യങ്ങളൊക്കെ അല്ലെ എല്ലാം വിശദമായിട്ട് വിശകലനമൊക്കെ ചെയ്ത് ഓക്കെ ഒരുങ്ങ ക്ലീൻ ചെയ്തിട്ടുണ്ട്, ഈ സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്, ഇത്ര സമയമൊക്കെ എന്താണ് ആളുമുക്തമാക്കാനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നാച്ചുറലി അല്ലെ എയർ ഒക്കെ വന്ന് അല്ലെ സാധാരണ രീതിയിൽ നോർമൽ ആയിട്ടുണ്ട് എന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തിയതെല്ലാം എഴുതി അല്ലെ ഡോക്യുമെന്റേഷൻ ഒക്കെ നടത്തി തയ്യാറാക്കി വെക്കണം. കാരണം നമുക്കറിയാം ഇനി എന്തെങ്കിലും ഭാവിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ ഇന്ന സംഭവിച്ചിട്ട് ഇതിനുള്ള ആക്ഷൻ എടുത്തിട്ടുള്ളൊരു എവിഡൻസ് കൂടിയാണ് അല്ലെ. അതുകൊണ്ട് തന്നെയാണ് ലാസ്റ്റ് വരുന്നത് റിപ്പോർട്ട് ദ സ്പിൽ. ക്ലിയർ ആണോ? നെക്സ്റ്റ് വായിച്ചു നോക്കാം. ജസ്റ്റ് വായിക്കാം. ആണോ?
ഒരു ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ വന്നതാണ്. ഓക്കെ, വായിച്ചു നോക്കിയായിരുന്നോ? അല്ലേ? നമുക്ക് നെക്സ്റ്റ് നോക്കാം. അടുത്തൊരു സ്പില്ലേജ് വേസ്റ്റിലേക്ക് പോവാം. ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ, ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അല്ലെ, അവിടെ ഒരു ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ ചെറിയ ചെറിയ എന്തെങ്കിലും വിലക്കൂർത്ത എന്തെങ്കിലും സൂചിയാണെങ്കിലും സിറിഞ്ചാണെങ്കിലും അല്ലെങ്കിൽ പെൻ പോലെയുള്ള കത്തികളോ അല്ലെങ്കിൽ കത്രിക, സിസേഴ്സ് എല്ലാം പലതരത്തിലുള്ള ഇങ്ങനെ മൂർച്ചയുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ അവിടെ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. ഡ്രസ്സിംഗ് കാര്യങ്ങളാണെങ്കിലും ഓപ്പറേഷൻ തിയേറ്റർ ആണെങ്കിലും ഒക്കെ അത്തരത്തിലുള്ള ഓക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഇതുകള് അത് എന്തെങ്കിലും രീതിയിൽ ചിലപ്പോ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ എങ്ങാനും താഴേക്ക് എങ്ങനെ അറിയാതെ വെക്കുകയോ അല്ലെങ്കിൽ അറിയാതെ വീണ് പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം എന്താണ്, എന്തെങ്കിലും അണുക്കളുള്ള ഭാഗങ്ങളൊക്കെ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ആണെങ്കിൽ അണുക്കൾ നിറഞ്ഞ ഭാഗങ്ങളൊക്കെ റിമൂവ് ചെയ്യുന്ന പ്രോസസ് ആയിരിക്കും. അപ്പൊ എന്താണ്, അവിടെ അണുക്കൾ പറ്റി പിടിച്ചിരിപ്പുണ്ടാവും അത്തരത്തിലുള്ള എക്യുപ്മെന്റിന്, അല്ലെ? അത് താഴേക്ക് വീഴുമ്പോൾ എന്താണ്, അണുക്കളോട് കൂടിയിട്ടായിരിക്കും ഇത് താഴെ വീഴുന്നത്. അപ്പൊ എന്താണ്, ആ ഭാഗത്തൊക്കെ അണുക്കൾ സ്പ്രെഡ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്, അല്ലെ? അപ്പൊ അവിടെ എത്രയും പെട്ടെന്ന് ക്ലീൻ ചെയ്യണം, അണുക്കളെയൊക്കെ നശിപ്പിച്ച് കളയണം, അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള ഒരു സ്പില്ലേജ് വേസ്റ്റ് ആണ് ഇനി നമുക്ക് നോക്കാനുള്ളത്, ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. Sharp spillage waste, which consists of needles, scalpels, then and other sharp medical tools can cause injury and infection to healthcare workers and others who may come into contact with it. അതായത് ഇത്തരത്തിലുള്ള നീഡിൽസ് അല്ലെങ്കിൽ പെൻ പോലെയുള്ള സ്കാൽപ്പൽസ് അല്ലെങ്കിൽ കത്തികളൊക്കെ അല്ലെങ്കിൽ അത് ഷാർപ്പ് മൂർച്ചയുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സുകൾ ടൂൾസുകളെല്ലാം എന്താണ്, അതുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന വ്യക്തികൾക്കെല്ലാം തന്നെ എന്താണ്, എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനുകൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. വെറുതെയല്ല, എന്താണ്, അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രോസസ്സിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ടൈമുകളിലെല്ലാം എന്താണ് അതുമായി ബന്ധപ്പെട്ട് ഇൻ കേസ് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ നഴ്സുമാരും ഡോക്ടർമാരൊക്കെ അവർ ഓപ്പറേഷൻ ഫംഗ്ഷൻ അല്ലെ ആ ഒരു പ്രോസസ്സ് നടത്തിക്കൊണ്ടിരിക്കാതെ തന്നെ അവർ പെട്ടെന്ന് കൈമാറിയപ്പോൾ അറിയാതെയാണെങ്കിലും മുറിവുകളൊക്കെ സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്, അല്ലെ? അല്ലെങ്കിൽ ഇൻ കേസ് താഴെ വീണ് കഴിഞ്ഞാല് എന്താണ്, അവിടെ ആ ഭാഗത്തൊക്കെ അണുക്കൾ പറ്റി പിടിക്കുക. ഇൻ കേസ് അവരുടെ മേത്തൊക്കെ സ്പർശിച്ചു കഴിഞ്ഞാലൊക്കെ അല്ലെ അണുക്കൾ വരാനായിട്ടുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അതുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നവര്, അല്ലെ, ഹു മേ കം ഇൻടു കോണ്ടാക്ട് വിത്ത് ദം, അതുമായി കോണ്ടാക്ട് ചെയ്യുന്നവർക്കെല്ലാം ഇത്തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റുകളൊക്കെ അനുഭവിക്കുക, അല്ലെ? അതിന്റെ ഭവിഷ്യത്തുകൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. There are some steps for managing sharp spillage waste. അപ്പൊ ഇത്തരം വേസ്റ്റുകളുമായി മുന്നോട്ട് പോകുമ്പോൾ അല്ലെ അത് കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റെപ്സുകളാണ് താഴെ പറയുന്നത്. നോക്കാം. ഫസ്റ്റ്, യൂസ് സേഫ്റ്റി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. അതായത് നമുക്കറിയാം എപ്പോഴും അല്ലെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ് കൈകാര്യം ചെയ്തിട്ടായിരിക്കുള്ളൂ എപ്പോഴും അല്ലെ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ആണെങ്കിലും അവരുടെ എക്യുപ്മെന്റ് ഒക്കെ കൈകാര്യം ചെയ്തിട്ടായിരിക്കും ഓപ്പറേഷനൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇൻ കേസ് ഇപ്പൊ ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ അല്ലെ ഇത്തരത്തിലുള്ള ഇപ്പൊ ഒരു വാർഡിൽ കൈകാര്യം ചെയ്യുമ്പോഴും ഇങ്ങനെയൊക്കെയുള്ള ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്, അല്ലെ? അപ്പൊ അത് എന്താണ്, അത് കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് എന്താണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ധരിച്ചിട്ടാണ് അത് കൈകാര്യം ചെയ്യാനായിട്ട് പാടുള്ളൂ, അല്ലെ? ഇവിടെ പ്രധാനമായിട്ട് തന്നെ പറയുന്നത് സേഫ്റ്റി ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ അവര് എടുക്കേണ്ടതുണ്ട്. Then before approaching the spiller, personnel should wear suitable personal protective equipment that includes gloves and puncture resistant containers to avoid contact with the waste and avoid injury. Okay. പരമാവധി അവര് അതുമായിട്ട് ഇഞ്ചുറീസ് ഒന്നും വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അത് മാത്രമല്ല ഇത്തരത്തിലുള്ള ഈ ടൂൾസുകളെല്ലാം അല്ലെ ഈ സംഭവങ്ങളെല്ലാം പഞ്ചേർഡ് ആയിട്ടുള്ള റെസിസ്റ്റന്റ് കണ്ടെയ്നേഴ്സിലാണ് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് പാടുള്ളൂ. അതല്ലെങ്കിൽ അത് റഫായിട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ അവരുടെ ഇതിലേക്കൊക്കെ മേത്തൊക്കെ കൊണ്ട് അല്ലെ എന്തെങ്കിലും ഷാർപ്പ് വസ്തുക്കൾ ആയതുകൊണ്ട് തന്നെ മുറിവ് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതിനൊക്കെ പഞ്ചേർഡ് ആയിട്ടുള്ള റെസിസ്റ്റന്റ് കണ്ടെയ്നേഴ്സ് ഒക്കെ ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. ദെൻ എന്താണ് എപ്പോഴും എന്താണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ധരിച്ചിട്ടായിരിക്കണം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പാടുള്ളൂ. കണ്ടെയ്നർ സ്പില്ല് എന്താണ് കണ്ടെയ്നർ സ്പില്ലില് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എന്തായിരിക്കും, അങ്ങനെ ഒരു വേസ്റ്റ് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്
എത്രയും പെട്ടെന്ന് അണുക്കളെ റിമൂവ് ചെയ്യാനായിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കുക അല്ലെ. അത് എത്രത്തോളം അബ്സോർബന്റ് പാഡ്സ് ഉപയോഗിച്ചിട്ട് ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുമോ അത്തരത്തിലുള്ള പാഡ്സുകൾ ഉപയോഗിച്ചിട്ടൊക്കെ അത് ക്ലീൻ ചെയ്യുക അല്ലെ. നോക്കുക, യൂസ് ദ പഞ്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നർ ടു പിക്കപ്പ് ദ കെയർഫുള്ളി എനി ഷാർപ്പ് ആൻഡ് പുട്ട് ദം ഇൻ ടു ലേബിൾഡ് ഹസാർഡ് ബയോ ഹസാർഡ് ബാഗ്സ് ഓർ കണ്ടെയ്നർ ഫോർ ഡിസ്കാർഡ്. അപ്പൊ നമ്മൾ ഈ പഞ്ചർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിലൊക്കെ ആയിരിക്കണം ഇത്തരത്തിലുള്ള വേസ്റ്റ് സംഭവങ്ങളൊക്കെ ക്യാരി ഔട്ട് ചെയ്യേണ്ടത് അല്ലെ. നമ്മൾ എല്ലാത്തിലും നമ്മൾ പറഞ്ഞു വരുന്നു കൃത്യമായിട്ടെല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കണ്ടെയ്നേഴ്സുകളൊക്കെ ആയിരിക്കണം എന്നുള്ളത്. അതായത് നമുക്ക് മതിയായ രീതിയിൽ പഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം, പഞ്ചർ എന്ന് പറയുമ്പോ പ്ലാസ്റ്റർ ചെയ്യില്ലേ. ഇപ്പൊ നമ്മളൊരു വേസ്റ്റ് ഒരു ബോക്സ് എന്ന് പറയുമ്പോഴും ഒരുപാട് പഞ്ചറൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഷാർപ്പ് മുനയുള്ള വസ്തുക്കളൊന്നും നിങ്ങൾ ടച്ച് ചെയ്യില്ല. നല്ല രീതിയിൽ പ്ലസ് കവറേജ് ഉള്ള ബോക്സ് പിന്നെ ക്ലിയർ ആയോ? ഓക്കെയാണോ? അതായത് കട്ടി കൂടിയ ബോക്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു ബോക്സിലാണ് നമ്മൾ ഇത് കൊണ്ടുപോകാൻ പാടുള്ളൂ അല്ലെ. ഒരു ചെറിയ എന്താ അവിടെ ഓട്ടയുള്ള നമുക്ക് കാണാൻ ഭംഗിയുണ്ടായിരിക്കും, പക്ഷെ ഈ എന്താണ് അവിടെ ചെറിയ ചെറിയ ഹോളൊക്കെ ഉള്ള ഒരു ബോക്സിലൊക്കെ ആണെങ്കിൽ എന്താണ് അവിടെ ഈ മുറിച്ചുള്ള വസ്തുക്കളൊക്കെ എവിടെയെങ്കിലും കൊണ്ടു നടക്കുന്ന സാഹചര്യത്തിൽ തന്നെ ആർക്കെങ്കിലും മുറിവുകൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. അതേസമയം പഞ്ചേഡ് ആയിട്ടുള്ള റെസിസ്റ്റന്റ് കണ്ടെയ്നറുകളാണെങ്കിൽ മറ്റുള്ളവർക്കൊന്നും മുറിവുകളൊന്നും ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉണ്ടാവില്ല അല്ലെ. അത് മാത്രമല്ല ഇതിലുള്ള ഇതുകളെല്ലാം ഈ പറഞ്ഞ ഈ വേസ്റ്റ് ആയിട്ടുള്ള എക്യുപ്മെന്റുകളെല്ലാം തന്നെ അല്ലെ, അതെല്ലാം എന്താണ് കൃത്യമായിട്ട് ലേബൽ ചെയ്തിരിക്കുന്ന കണ്ടെയ്നേഴ്സിലാണ് നിക്ഷേപിക്കേണ്ടത്. എന്താണ് ബയോ ഹസാർഡ് ബാഗിന്ന് ലേബൽ ചെയ്തിരിക്കുന്ന ഹസാർഡ് ബിന്നിലാണ് ബിന്നിലാണ് കണ്ടെയ്നേഴ്സിലാണ് നിക്ഷേപിക്കേണ്ടത്. Clean up the spill, use a disinfectant solution to clean up the affected area completely. Stick to manufacturer's directives for the apt concentration and contact them to disinfectant. അതായത് നമ്മളിപ്പോ ചിലപ്പോഴൊക്കെ ഈ അണുക്കൾ നശിച്ചു പോകാനൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, ഇതുമ പറ്റിപ്പിടിച്ചിരിക്കുകയായിരിക്കും അല്ലെ. ഈ ഒരു കത്രികയാണെങ്കിൽ ആ കത്രിമ നിറയെ അണുക്കൾ പറ്റി പിടിച്ചിരിപ്പുണ്ടെങ്കിൽ എന്താണ് അത് കൃത്യമായിട്ട് തന്നെ എന്തെങ്കിലും അണുനശീകരണ മുക്കിയ ടവലിലൊക്കെ പൊതിഞ്ഞ് അല്ലെ എത്ര സമയം അണുക്കൾ നശിപ്പിച്ച ആ അണുനശീകരണമുള്ള ലായനിയിൽ മുക്കി പിടിച്ച് അല്ലെങ്കിൽ അതിൽ പൊതിഞ്ഞ് അല്ലെ ആ ടവലിലൊക്കെ പൊതിഞ്ഞ് വെക്കുകയാണെങ്കിൽ ഇത്ര സമയം അവിടെ ആ ഒരു ലായനിയുടെ കണ്ടന്റ് കൊണ്ട് തന്നെ അണുക്കൾ നശിക്കേണ്ടതുണ്ടെങ്കിൽ അത്ര സമയം അത് ആ ഒരു ടവലിലൊക്കെ പൊതിഞ്ഞ് തന്നെ സൂക്ഷിക്കേണ്ടത്. അതാണ് സ്റ്റിക്ക് അല്ലെ. അതില് മാനുഫാക്ചേഴ്സിന്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് തന്നെ ആ അണുക്കൾ നശിക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം നേരം ആ ഒരു ഡിസിൻഫെക്റ്റന്റ് ലായനിയിൽ മുക്കി വെച്ചിരിക്കുന്ന ടവൽ അവിടെ സ്റ്റിക്ക് ചെയ്ത് വെക്കണമോ അതനുസരിച്ചിട്ട് തന്നെ അത് സ്റ്റിക്ക് ചെയ്ത് വെച്ച് അണുക്കളൊക്കെ നശിച്ചു എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് അത് റീയൂസിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. അതാണ് അവിടെ പ്രധാനമായിട്ട് എടുത്തു പറയുന്നത്. സ്റ്റിക്ക് ടു മാനുഫാക്ചേഴ്സ് ഡയറക്റ്റീവ്സ് ഫോർ ദ ആക്റ്റീവ് കോൺസെൻട്രേഷൻ അല്ലെ, കൃത്യമായിട്ടുള്ള സമയത്തിലും അത് യൂസ് ചെയ്യണം. ആൻഡ് കോണ്ടാക്ട് ടൈം ഫോർ ദ ഡിസിൻഫെക്റ്റന്റ്. അതിനുശേഷം മാത്രമാണ് നമ്മൾ അത്തരത്തിലുള്ള ആ ഒരു എക്യുപ്മെന്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്ത് അത് മുക്തമാക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെയാണോ? പോയിന്റുകളൊക്കെ ഓക്കെയാണോ? ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിലെ നമ്മൾ ഏതൊക്കെ പോയിന്റ് കണ്ടു? ഫസ്റ്റ് പോയിന്റ് എന്താണ്? യൂസ് സേഫ്റ്റി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അല്ലേ. സെക്കൻഡ് ആണ് കണ്ടെയ്ൻ ദ സ്പില്ല്. ദെൻ തേർഡ് വൺ ക്ലീൻ അപ്പ് ദ സ്പില്ല്. രണ്ട് പോയിന്റും കൂടി ഉണ്ട്, നമുക്ക് നോക്കിയിട്ട് വായിക്കാൻ തരാം. ഗെറ്റിംഗ് റിഡ് ഓഫ് വേസ്റ്റ്. എന്താണ് ക്ലിയർ അപ്പ് ദ സ്പില്ല് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗെറ്റിംഗ് റിഡ് ഓഫ് വേസ്റ്റ്, അണുക്കളെ വിമുക്തമാക്കണം അല്ലെ. അതിൽ നിന്ന് വിമുക്തമാക്കുന്ന ഇതാണ്. ഓൾ മെറ്റീരിയൽസ് ദാറ്റ് കം ഇൻടു കോണ്ടാക്ട് വിത്ത് ഷാർപ്സ് സ്പില്ലേജ് ഷുഡ് ബി ഗോട്ട് റിഡ് ഓഫ് ആസ് ഡേഞ്ചറസ് വേസ്റ്റ് ഇൻ ലേബിൾഡ് ബയോ ഹസാർഡ് ബാഗ്സ് ഓർ കണ്ടെയ്നേഴ്സ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ സർഫേസ് ഏരിയയിലൊക്കെ ആണെങ്കിൽ നമ്മൾ അത് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അതല്ല എങ്കിൽ അല്ലെ മറ്റേതെങ്കിലും മെറ്റീരിയൽസുമൊക്കെയാണ് ഈ ഒരു വേസ്റ്റ് അല്ലെ ഈ ഒരു കത്രികയോ അല്ലെങ്കിൽ അണുക്കൾ നിറഞ്ഞ എന്തെങ്കിലും സംഭവങ്ങൾ മൂർച്ചയുള്ള വസ്തുക്കളൊക്കെ വന്ന് വീഴതോ അല്ലെങ്കിൽ വെച്ചതെങ്കിലും അതായിട്ട് ടച്ച് ചെയ്തെങ്കിൽ നമ്മൾ അതെല്ലാം ഡസ്റ്റ്ബിന്നിൽ നിക്ഷേപിക്കേണ്ടതായിട്ട് വരും.
കൃത്യമായിട്ട് തന്നെ ബയോ ഹസാർഡ് വേസ്റ്റ് ലേബർ ചെയ്തിരിക്കുന്ന ഹസാർഡ് ബിന്നിലാണ് അല്ലെങ്കിൽ ആ ഒരു ലേബർ ചെയ്തിരിക്കുന്ന ബിന്നിലാണ്, കണ്ടെയ്നേഴ്സിലാണ് അത് നിക്ഷേപിക്കേണ്ടത്. നിങ്ങൾ മാറിപ്പോവാതിരിക്കാനായിട്ട് ശ്രമിക്കണം. എന്താണ്, ബോഡി ഫ്ലൂയിഡ്സുകളെല്ലാം ബയോ ഹസാർഡ് വേസ്റ്റ് ബിന്നിലാണ് നിക്ഷേപിക്കേണ്ടത്. അതേസമയം മെർക്കുറി വേസ്റ്റുകൾ അല്ലെ, മെറ്റീരിയൽസ് സംഭവങ്ങളൊക്കെ ആണെങ്കിൽ അത് ഹസാർഡ് വേസ്റ്റ് ബിന്നിലാണ് നിക്ഷേപിക്കേണ്ടത്. വീണ്ടും ഇവിടെ അല്ലെ നമ്മുടെ എന്താണ് ഷാർപ്പ് സ്പില്ലേജ് സംഭവങ്ങളൊക്കെ ആണെങ്കിൽ അതുമായി ടച്ച് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസും ബയോ ഹസാർഡ് വേസ്റ്റ് ബിന്നിലാണ് നിക്ഷേപിക്കേണ്ടത്. റിപ്പോർട്ട് ദ സ്പില്ല്, അതായത് പരിശോധന നടത്തി രേഖകൾ തയ്യാറാക്കണം അല്ലെ. നമുക്കറിയാം എന്താണ്, സ്പിൽ ഷുഡ് ബി ഡീറ്റെയിൽഡ് ടു റെലവന്റ് സ്റ്റാഫ് പേഴ്സണൽ. റിപ്പോർട്ട് ദ സ്പില്ല്. ഓക്കെ, ബയോ ഹസാർഡ് എന്ന് വെച്ചാൽ ജൈവ മാലിന്യം എന്നുള്ള രീതിയാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം എന്താണ് report the spill. Spill should be detailed to the relevant staff personnel for documentation and investigation. അതായത് ബയോ ഹസാർഡ് വേസ്റ്റ് ബിന്നിലാണ് ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റുകളെല്ലാം നിക്ഷേപിക്കേണ്ടത്. Report the spill. Spill should be detailed to the relevant staff personnel for documentation and investigation. അതായത് നമുക്കറിയാം കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാഫ്, റെലവന്റ് ആയിട്ടുള്ള സ്റ്റാഫ് പേഴ്സണൽ ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തി റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ് ലാസ്റ്റ് പോയിന്റിൽ എടുത്തു പറയുന്നത്. ഓക്കെ, 3 സ്പില്ലേജ് വേസ്റ്റ് ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. ജസ്റ്റ് വായിച്ചു നോക്കാം, ഏതെങ്കിലും പോയിന്റുകളൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നോക്കാം. ഓക്കെ ആണോ? ഇതിൽ പ്രധാനമായിട്ട് വേസ്റ്റ് ബിന്ന് ഏതാന്നുള്ളത് മാറിപ്പോകരുത്. അതേപോലെ തന്നെ സൊല്യൂഷൻസ് ഏതാണെന്ന് നോക്കണം. അതേമാതിരി തന്നെ അല്ലെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകളുടെ കാര്യം ഒക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ എന്താണ് ആ വേസ്റ്റ് എന്നുള്ള കാര്യം അല്ലെ, മെർക്കുറി ആണെങ്കിൽ അതില് നമ്മുടെ അല്ലെ അത് എന്താണ് നമ്മുടെ എക്യുപ്മെന്റ്സ് ജ്വല്ലറി ഐറ്റംസ് ആയിട്ടൊക്കെ ഇത് വരുന്നത്, അത് ഏത് തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റുമായിട്ട് വരുമ്പോഴാണ് മുൻകരുതൽ, ജ്വല്ലറി ഐറ്റംസിന് മുൻകരുതലൊക്കെ കൊടുക്കണമെന്ന് പറയുന്നത്. അങ്ങനെ പലതരത്തിലുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് അതൊക്കെ ഒന്ന് മനസ്സിലാക്കി തന്നെ വെക്കുക. ഓക്കെ, അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഡൗട്ടൊന്നുമില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am.